കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. ചവറ സബ് ട്രഷറിക്ക് മുന്നിൽ നടത്തിയ വിശദീകരണ യോഗം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. 12ാം പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ക്ഷാമാശ്വാസം 6 ഗഡു അനുവദിക്കുക, പ്രാബല്യ തീയതിയും കുടിശ്ശികയും ഉത്തരവിൽ വ്യക്തമാക്കുക, പെൻഷൻ പരിഷ്കരണ തുകയുടെ 4ാം ഗഡുവും 3ഉം 4ഉം ഗഡുക്കളുടെ ക്ഷാമാശ്വാസവും ഉടൻ വിതരണം ചെയ്യുക, 2% ക്ഷാമാശ്വാസം അനുവദിച്ചപ്പോൾ കവർന്നെടുത്ത 39 മാസത്തെ 78% കുടിശ്ശിക വിതരണം ചെയ്യുക, ജീവാനന്ദ പദ്ധതി ഉപേക്ഷിക്കുക, മെഡിസപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പെൻഷൻ പരിഷ്കരണ ദിനത്തിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചവറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചവറ സബ് ട്രഷറിക്ക് മുന്നിലായിരുന്നു പ്രകടനവും വിശദീകരണ യോഗവും. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കാരണം ഇന്നിവിടെ ഭരണത്തിലിരിക്കുന്ന പാർട്ടികൾ ക്യാബിനറ്റിൽ അടക്കം ഈ വിഷയങ്ങൾ ഉന്നയിക്കാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കാം. പെൻഷൻകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടേ മതിയാകൂ എന്ന രാഷ്ട്രീയ തീരുമാനവും നിലപാടെടുക്കാൻ കഴിയുന്ന ഇടതുപക്ഷ സംഘടനകൾ അതിനു തയ്യാറാകാതെ പെൻഷൻകാരുടെ മുമ്പിൽ കപടവേഷം ചെറ്റിയുള്ള സമരങ്ങൾ നടത്തുന്നത് അങ്ങേയറ്റം ഹാസ്യമാണ്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ പറയുന്ന സംഘടനകളുടെ മന്ത്രിമാരടക്കമുള്ളവർക്ക് ക്യാബിനറ്റിൽ ഈ വിഷയം ഉയർത്താൻ കഴിയുന്നില്ല? വർഗീസ് വൈദ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് കുഞ്ഞ് മുഖ്യപ്രഭാഷണം നടത്തി. ജോസ് വിമൽ രാജ്, ജി ദേവരാജൻ, KR നാരായണപിള്ള, തേവലക്കര മുഹമ്മദ് കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.